അങ്ങനെ ഇടവേളയ്ക്ക് പോയ മഴ ദേ വീണ്ടും വന്നിട്ടു. ഹായ് ഹലോ ഗ്രീൻ ടു വേളിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ നമ്മുടെ ഫാമിലി വീഡിയോ ഇടുന്നില്ല. അപ്പം ഇന്ന് നമ്മുടെ ഫാമിലി വീഡിയോയും പിന്നെ ഇവിടെ വന്ന മാറ്റങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ മഴ പെയ്യട്ടാ, കുട ചൂടിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോട്ടാ. ഇപ്പോൾ അതിലൊന്ന് ശരിയാക്കണം. അപ്പോൾ ഇവിടെ വന്ന മാറ്റം എന്ന് വെച്ചാൽ വലിയ മാറ്റം വന്നിട്ടില്ല. പിന്നെ നമ്മുടെ കയ്യിലെ താറാവുകളൊക്കെ ഫുള്ള് നമ്മൾ കൊടുത്തു തീർത്തുണ്ട് കേട്ടോ. ആവശ്യക്കാർക്ക് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ 2-3 നിന്നത് നമ്മൾ ഇറച്ചി കടയ്ക്കും കൊടുത്തു കേട്ടോ. അതിൽ ഒരു പീസ് മാത്രം നമ്മൾ നിർത്തിയാണത് കണ്ട. ഇത് മാത്രമാണ് നിർത്തിയാണ്. ഇത് ചെറുതായതുകൊണ്ട് ആരും എടുത്തില്ല. അപ്പോൾ ഇതിനെ മാത്രം നമ്മൾ ഇവിടെ നിർത്തിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്ലെയിൻ ഡക്ക് 2 ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ കൊടുക്കണം എന്ന് വെച്ചാൽ പക്ഷെ നമുക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർ 2 പേരാണ് ഇവർ 3 പേരാണ് നമ്മൾ ഇപ്പോൾ നിർത്തിയത് കേട്ടോ നിലവിൽ. പിന്നെ പുതിയ താറാവിന് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ സ്റ്റോക്കുകളൊക്കെ കഴിഞ്ഞു, എടുത്ത സ്റ്റോക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ കോഴികളും കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ എടുത്തത് പിന്നെ കാടക്കോഴി എടുത്താണ്. കാടക്കോഴി ഇപ്പോൾ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മൾ അവിടെ തിരിച്ചിട്ടുണ്ടായിരുന്നു, പച്ചക്കറി നടാനായിട്ടൊരു സ്ഥലം തിരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സ്ഥലം കേട്ടോ. അതെ ഈ സ്ഥലം. അപ്പം ഇങ്ങോട്ട് കിടക്കാനായിട്ട് നമുക്ക് വഴി ഉണ്ടായിരുന്നില്ല. നമ്മൾ മൊത്തം വല കെട്ടി നിർത്തിയേക്കായിരുന്നു. നമ്മൾ പോലും കവച്ച് വെച്ചാണ് വഴി അങ്ങോട്ട് കവച്ച് വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് കിടക്കാറ്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഇവിടേക്കൊരു വഴി കൊടുത്തിട്ടുണ്ട്. ചെയ്യണ്ട ഇങ്ങനെ ഒരു വഴി നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ പോയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു പുതിയ കുളം അടിച്ചിട്ടുണ്ട്, ചെറിയത്. ഈ കുളത്തും ചെറിയ കുളമാണ് കേട്ടോ അത് അടിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവിടെ ഒരു കുഴി കണ്ട, അത് ആ വെള്ളം നിറഞ്ഞിരിക്കുന്നത് ഒരു കുഴിയാണ്. അപ്പോൾ അതിലേക്കാണ് ബാക്കിയുള്ള വേസ്റ്റ്, ഈ കുഴിയിൽ നിന്ന് ബാക്കിയുള്ള വേസ്റ്റ് മൊത്തം അതിലേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കണത്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്ത് വേസ്റ്റ് നമ്മൾ പുറത്തേക്ക് കളയും. അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കണത്. പിന്നെ അതുപോലെ നമ്മൾ നാച്ചുറൽ പോണ്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ നമ്മൾ ഫുള്ളും ഇവിടുത്തെ മണ്ണെടുത്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് ഇട്ടിട്ട് ഫുള്ളും ഒന്ന് പൊക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ നാച്ചുറൽ പോണ്ട് സെറ്റ് ചെയ്തായിരുന്നു, പക്ഷെ നമുക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ വേസ്റ്റ് വെള്ളം ഫുള്ള് നമ്മൾ ഈ ബാത്റൂമിൽ വേസ്റ്റ് വെള്ളം, കുളിക്കുന്ന വെള്ളം മൊത്തം ഇങ്ങോട്ട് വരാറ്. അപ്പോൾ അത് നമ്മൾ ഫുള്ള് മണ്ണിട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തോട്ടൊരു ചാല് വിട്ടുണ്ട് വെള്ളം പോകാനായിട്ട്, അതിലെ ചാലിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് പിടിക്കുക, വെള്ളം കെട്ടി നിൽക്കില്ല. പിന്നെ കുറച്ച് വെള്ളം ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം പച്ചക്കറി നടണം. പിന്നെ അപ്പോൾ ആ കുളത്തിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട് കേട്ടോ. ഓരോ ഘട്ടമായിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിടുക, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ അതങ്ങനെ. പിന്നെ അത്യാവശ്യം പച്ചക്കറികൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. പച്ചക്കറി എന്ന് വെച്ചാൽ മുളക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മുളക് ഉണ്ടാവുന്നത് കുറച്ചാകുമ്പോൾ നമ്മൾ പൊട്ടിച്ചെടുക്കും. പിന്നെ കുറച്ചും കൂടിയും പച്ചക്കറി നടണം ഇവിടെ. പിന്നെ ഇവിടെ വന്ന മാറ്റതാണ്. പിന്നെ നമ്മുടെ പുല്ല്, ഇത് നമ്മുടെ ഗാർഡനിലൊക്കെ വയ്ക്കുന്ന ഈ പുല്ല് നമ്മൾ ചെടിത്തോട്ടത്തിലേക്ക് വയ്ക്കുന്ന പുല്ല് കേട്ടോ. അത് അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നുണ്ട്. അത് പറിച്ച് നടുമ്പോഴാണ് അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നത്. നമ്മൾ ആ ചെപ്പിലെണ്ണ വെക്കുമ്പോൾ വളരുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം പൊതുവെ ചെടികൾക്കുണ്ട്. അപ്പോൾ ഈ പുല്ല് നല്ല രീതിയിൽ ഇവിടെ വളരുന്നുണ്ട് കേട്ടോ. പിന്നെ 2 വാഴക്കണ്ണ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ താറാവ് നശിപ്പിച്ചായിരുന്നു. ഇപ്പം അത് പൊട്ടി കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ കുളം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇതിൽ ഒരുപാട് പൊടിക്കുഞ്ഞുങ്ങളെ നമ്മൾ ഫിഷ് ട്രാപ്പ് വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിച്ചാൽ ഇതിൽ 2 തവളകൾ വന്നിട്ട് എല്ലാ മീനെയും, പകുതി മുക്കാലും മീനെയും അവർ തിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ തവളകളെ ഞാൻ പിടിച്ചിട്ട് നമ്മുടെ ബ്രാലിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരും ആ തവളേനെ അടിച്ചു. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അത് കാരണം തന്നെ ഇനി തവള ഇതിൽ വരുമ്പോൾ നോക്കണം. ഇനി വൈകുന്നേരം ടോർച്ചടിച്ചാൽ മാത്രമേ കാണുള്ളൂ, പകൽ അവരെ കാണുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇതിലുണ്ട്. പിന്നെ കുറച്ച് പരലുകൾ ചാടി പോകുന്നുണ്ട്. വീട്ടുകളെ ഓടിപ്പിക്കുന്ന കാരണം കൊണ്ട് ചിലപ്പോൾ ചാടി പോകുന്നതായിരിക്കും. നേരെ വന്നിട്ട് ആ തവളകളെ കണ്ടത്, ആ 2 തവളേനെ ഞാൻ നമ്മുടെ ബ്രാലിട്ട് കൊടുത്തിട്ടുണ്ട്. അവരതിന് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നത് വെറുതെ ആവും. നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വളർത്തുന്ന മീനുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് തവളകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ മീൻ പിടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ അതിനെ എൻ്റെ പ്രതികാരം ഞാൻ അങ്ങനെ വീട്ടി. എനിക്ക് അത്ര പറയാനുള്ളൂ. പിന്നെ നമ്മളെ ഇവിടെ തീറ്റപ്പുല്ല് അത്യാവശ്യം വളർന്നുണ്ട് കേട്ടോ. നമ്മളിത് വീഡിയോ ഇട്ടിട്ടുണ്ട്, തീറ്റപ്പുല്ല് പറിക്കാൻ പോകണമെന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പുല്ലിപ്പോൾ അവശേഷിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരെണ്ണം. ഇത്ര മാത്രമാണ് തീറ്റപ്പുല്ലായിട്ട് അവശേഷിക്കുന്നത്. ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായതൊക്കെ തിന്നു. പിന്നെ ഈ ഭാഗത്തേ മഴ പെയ്തിട്ട് ചെടികളൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കാടൊക്കെ വെട്ടി വെടുപ്പാക്കേണ്ട വീഡിയോയ്ക്ക് അടുത്ത വീഡിയോ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഇവിടെ വാഴക്കണൊക്കെ നടാനുണ്ട്, ഇവിടെ ഒതുക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ അടുത്ത വീഡിയോയിലേക്കും വരുന്നത് കേട്ടോ. ഈ സെൻറ്ററിൽ ഇങ്ങനെ നേരെ നടണം, 4-5 ഇങ്ങനെ നടണം. പിന്നെ അപ്പുറത്ത് 2 നടണം. അങ്ങനെ ഒരു കട്ട കുത്തി വാഴക്കണ്ട് നടാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ
പിന്നെ നമ്മുടെ വീടിൻ്റെ വേലി, അതായത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ വേലിമ നിറച്ച് കാട് പിടിച്ചേക്കും. അപ്പോൾ അത് കാരണം നമ്മൾ കാടൊക്കെ വെട്ടി വെടുപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വെട്ടി വെടുപ്പാക്കി കാട് മറ്റേ പുല്ലും സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ. അപ്പോൾ പണ്ടേ മുതലേ വേസ്റ്റൊക്കെ നമ്മൾ ഇവിടെ വെച്ച് കത്തിക്കാറ്. ഇപ്പോൾ നമ്മൾ കത്തിക്കില്ല എന്ന് വെച്ചാൽ വല കെട്ടിയിട്ട് വല കത്തിപ്പോവും. അപ്പോൾ അത് കാരണം തന്നെ ഇത് ഇവിടെ കിടന്ന് അഴുകി തീരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാണ്ട് ഇവിടെ കൊണ്ടുവന്ന് കളയാനുള്ള വേറെ സ്ഥലം ഓപ്ഷനൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം ഞാൻ ഈ മൂലക്കിട്ടുന്നത്. പിന്നെ ഈ വിറക് ഞാൻ കത്തിച്ച് കളയും കേട്ടോ. ഇത് നമ്മുടെ കൂടടിച്ച ബാക്കി വിറകുകളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഒതുക്കണം. അതിന് ഇനി സമയം കണ്ടെത്തണം. മഴക്കാലം കഴിഞ്ഞാലാണ് എനിക്ക് ഇത് ഒതുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ തണൽ മരം വളർന്നിട്ടുണ്ട്. ഈ മരം പൊക്കി വെച്ച കാരണം കൊണ്ട് വെള്ളം കിട്ടുന്നില്ല. അത് കാരണം തന്നെ ഇത് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മഴ വന്ന കാരണം കൊണ്ട് അത്യാവശ്യം മുളച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കൂടിൻ്റെ ചാക്കൊക്കെ എടുത്ത് കളയണം. ഇതൊക്കെ ആകെ മോശമായിട്ട് കിടക്കണം. ഇതിൻ്റെ ഈ മുകളിലുള്ള നീല ടാർപ്പായില്ലേ, ആ ടാർപ്പായ മാത്രം ആക്കും. ബാക്കിയുള്ള വേസ്റ്റ് ഫുള്ള് നമ്മൾ എടുത്ത് കത്തിച്ച് കളയും. പിന്നെ ഈ ചാക്കും, അതായത് ഈ പായ നമുക്ക് എടുത്ത് കളയണം. പിന്നെ ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. മഴ അങ്ങനെ നിൽക്കണ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഇരുട്ടാണ്, തണലുണ്ട്. പിന്നെ അത് താറാവിൻ്റെ ഇരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. തൽക്കാലത്തേക്ക് ചെയ്തതാണ്. പിന്നെ ഇവിടെയൊക്കെ ചോറുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ടാർപ്പായ എവിടെ ഇരിക്കുന്ന നോക്കണ്ട നിങ്ങൾ. ഇതൊക്കെ നമ്മൾ ആ പുതിയ ടാങ്ക് പണിയുമ്പോൾ അതിൻ്റെ അടിയിലിടും. അല്ലെങ്കിൽ പുതിയ ടാർപ്പായ കീറിപ്പും. അത് കീറാത്ത രീതിയിൽ നമുക്ക് ഈ ടാർപ്പായ അങ്ങടേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ഇവിടെ വെച്ചാണ് കേട്ടോ. പിന്നെ ഈ വാഴക്കണക്ക് എടുത്ത് കളയണം. പിന്നെ ഇവിടെ 2 ചെടികൾ അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നുണ്ട്. നല്ല മഴയായിട്ടാ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇവിടെ പ്ലെയിനായിട്ട് തന്നെ കിടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ കൂട് കാലിയാണ്. ഇതിക്ക് എന്തെങ്കിലും വാങ്ങിയിടണം. അയച്ച് ഇടാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം. അതായത് മുട്ടക്കോഴിനെ നമ്മൾ വളർത്തുള്ളതിൽ. അപ്പോൾ ഇതിൽ ഇറങ്ങി കയറും. അങ്ങനത്തെ രീതിയിൽ വളർത്താൻ ഉദ്ദേശിച്ചാണ്. ഇവിടെ അയച്ച് കിടക്കുള്ളൂ. മുട്ടക്കോഴി പുറത്തേക്ക് പറന്നു പോവില്ല. അപ്പോൾ അത് കാരണം തന്നെ ഇവിടെ കിടന്ന് നടന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കൂട് അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റണം. കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്, പരിപാടി ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം, വഴിയേ ചെയ്യാം. പിന്നെ നമുക്ക് കിട്ടിയേക്കണ ബ്രാല നമ്മൾ ഇതിലായിട്ടിട്ടേക്കണേ. ഒരു ബ്രാല് ഇതിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഒരെണ്ണം അടി കൂടെ കിടന്ന് നടക്കുന്നുണ്ട്. ഇതിൽ വേറൊരു മീൻ ഇട്ടതാ, അതിനൊക്കെ കൊന്നു കേട്ടോ. ബ്രാല് തന്നെയായിരുന്നു, അതിനവൻ കൊന്നു. അത് കാരണം തന്നെ ഒറ്റയ്ക്ക് കിടക്കട്ടെ അങ്ങനെ വിചാരിച്ചു. ചാടിപ്പോയാലും ഇതിൻ്റെ ഉള്ളിൽ ഇന്ന് എവിടേക്കും പോകില്ല. ഈ വെള്ളമാണ് നമ്മൾ താറാവിനൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. കുടിക്കാനൊക്കെ മിക്സ് ചെയ്യാനൊക്കെ നമ്മൾ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. മഴ പെയ്യുമ്പോഴുള്ള വെള്ളം. അല്ലെങ്കിൽ ഇതിൽ നമ്മൾ കൊണ്ടുവരിക അവിടെ നിന്ന്. എന്നിട്ട് ഈ ബക്കറ്റിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. വേറെ ബക്കറ്റ് നമുക്ക് വാങ്ങിക്കണം. നമ്മൾ ബക്കറ്റ് വാങ്ങിക്കാൻ പോയിട്ടില്ല, ബക്കറ്റ് വാങ്ങിക്കാൻ പോകണം. പിന്നെ അതുപോലെ തന്നെ ബാക്കിയത് ഫ്ലെയിം ഡക്ക് കൂടി ഉണ്ട്. പിന്നെ അതേ ഒരു താറാവ് കൂടി ഉണ്ട് കേട്ടോ. താറാവിൻ്റെ കേസ് പറയുകയാണെങ്കിലേ, നമ്മൾ ഈ വാഴകളൊക്കെ വലുതായതിന് ശേഷം നമ്മൾ താറാവിന് വാങ്ങിക്കുള്ളൂ. അത് ഞാൻ എടുത്ത് പറയാണ്. പിന്നെ കുറേ ആൾക്കാർ നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് താറാവിനെ ടർക്കിന് ഗിനിനൊക്കെ കിട്ടുമെന്ന്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എടുത്തിരുന്നത്. പിന്നെ ആൾക്കാർ പറയുമ്പോഴാണ് നമുക്ക് എടുത്ത് കൊടുക്കാറുള്ളത്. നമുക്ക് ഒരുപാട് ആൾക്കാർ അതായത് ടർക്കി ഗിനിനൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ലോങ്ങിൽ നിന്നാണ് കൂടുതലും വരുന്നത്. അപ്പം നമുക്കത് എടുത്ത് കൊടുക്കാൻ നമുക്ക് ഡെലിവറി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ വരേണ്ടി വരും തൃശ്ശൂർ ജില്ലയ്ക്ക്. അതായത് തൃശ്ശൂർ കല്ലറ്റിങ്കരിക്ക് വന്നാൽ മാത്രം നമുക്ക് ഇത് തിരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് അവിടെ പോയി കൊടുക്കാനായിട്ട് ഒരു ഭയങ്കര ദൂരമായിരിക്കും. ഇപ്പം പാലക്കാട് നിന്നായാലും, പാലക്കാടൊക്കെ അടുത്താണ്, എന്നാലും അത്യാവശ്യം ദൂരമുണ്ട് പാലക്കാട്. പിന്നെ അതുപോലെ തന്നെ കുറേ സ്ഥലത്തുനിന്ന് വയനാട് നിന്നൊക്കെ വിളിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷേ അതൊക്കെ അങ്ങോട്ടൊക്കെ പോയി കൊടുക്കാൻ വെച്ചാൽ ഭയങ്കര നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഭാഗത്ത് ആ ജില്ലയിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് വളർത്തണമെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ വളർത്തണമെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. പിന്നെ അല്ലെങ്കിൽ നേരിട്ട് മണ്ണുത്തി വന്നു കഴിഞ്ഞാൽ നല്ല നല്ല സാധനങ്ങൾ മണ്ണുത്തിൽ നിന്ന് കിട്ടും. മണ്ണുത്തി പ്രൈവറ്റ് ഫാമിൽ നിന്ന് കിട്ടും കേട്ടോ. അവിടെ നിന്ന് നല്ല കോഴീനെ ടർക്കി എല്ലാത്തിനും അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഏത് ഐറ്റം വേണമെങ്കിലും അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഫാൻസി കോഴിയാണെങ്കിലും എന്ത് ഐറ്റം അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി മണ്ണുത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എടുത്ത് വളർത്തുന്നത്. പിന്നെ ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുണ്ട്. ഈ തൃശ്ശൂർ ജില്ലയിൽ ഉള്ളിലുള്ള ആൾക്കാർ, ചാലക്കുടി അങ്ങനെ ഉള്ളിലുള്ള ആൾക്കാർ മാത്രമേ നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും.
അല്ലാണ്ട് ലോങ്ങിൽ നിന്ന് വരുമ്പോൾ നമുക്കത് എടുത്ത് കൊടുക്കാനായിട്ട് ഇത്തിരി പ്രശ്നമില്ല. നമുക്ക് അങ്ങനെ കുറിയർ അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്ക് നമ്മുടെ കയ്യിലില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഇനി നിലവിൽ നമ്മൾ നാടൻ കോഴിയാണ് നമ്മൾ നോക്കണത് കേട്ടോ. തനിനാടൻ 90 കോഴി ഇനത്തിൽപ്പെട്ടാണ് നമ്മുടെ കയ്യിലുള്ള നാടൻ കോഴികൾ കേട്ടോ. ഇതാണ് 90 കോഴിയാണ്. 90 കോഴി ഇനത്തിൽപ്പെട്ട കോഴികളാണ് ഇത് കേട്ടോ. 6 മുട്ടയ്ക്ക് അടയിരിക്കുന്നുണ്ട്. അതിൽ 2 മുട്ട കെട്ടുപോയിട്ടുണ്ട്. ഇപ്പം 4 മുട്ടയ്ക്കിന് ഇപ്പം അവൾ അടയിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ കാടക്കോഴിയും അത്യാവശ്യം 50 കാടനെടുത്താൽ ഇപ്പോൾ 37 കാടയുള്ള നമ്മുടെ കയ്യിൽ. അപ്പോൾ ബാക്കി ചത്തുപോയി. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ എടുത്തോളൂ. എന്നാലും നിങ്ങൾക്ക് ഒരു 100 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 60 നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ എടുക്കാൻ നോക്കാം. ഞാൻ അത് സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 50 എടുത്താണ്. പക്ഷേ എനിക്ക് 37 കിട്ടിയുള്ളൂ. ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം. മുട്ട നമുക്ക് ആൾക്കാർക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ നിലവിൽ ഇനി നാടൻ കോഴിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നാടൻ കോഴി വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആൾക്കാർ നാടൻ കോഴി ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കൊടുക്കാനില്ല. അപ്പോൾ ഇനി നമുക്കിത് കൂടുതലാക്കണം. കൂടുതൽ നാടൻ കോഴികളെ വളർത്തിയെടുക്കണം. പിന്നെ നമ്മൾ കൂടുതലും വൈറ്റ് കോഴികളായിരിക്കും നമ്മൾ കൂടുതലും സെലക്ട് ചെയ്യാം കേട്ടോ. അതായത് കളർ കോഴിയൊക്കെ നമ്മൾ കൊടുക്കും. വൈറ്റിനെ മാത്രം നമ്മൾ നിർത്തും. അങ്ങനെയാണ് നിർത്താൻ പോകുന്നത്. ഒരു വൈറ്റ് നാടൻ കോഴി ഒരു ഫാമാക്കി എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ നാടൻ കോഴി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നാടൻ കോഴിക്ക് അത്യാവശ്യം റേറ്റും ഇടും. അത്യാവശ്യം റേറ്റ് എന്ന് വെച്ചാൽ കാണാൻ ഭംഗിയാണ്. ഒരുപാട് ആൾക്കാർ വെള്ളക്കോഴിയെന്ന് ചോദിച്ചു വരുന്നുണ്ട്. നാടൻ ഇനത്തിൽപ്പെട്ട വെള്ളക്കോഴിയെന്ന് ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഡിമാൻഡ് കൂടും, ചിലപ്പോൾ കുറയാം. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ്. പുള്ളിക്കോഴിയൊക്കെ നമ്മൾ നിർത്തണില്ല. നമ്മൾ പ്യൂർ വൈറ്റാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റോക്കുകൾ നിർത്തിയാണ്. വീട്ടുകൾക്കൊക്കെ ഇറങ്ങുന്നത് മൊത്തം വൈറ്റ് കുട്ടികളാവാനാണ് നോക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനെ ഞാൻ ചേലിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ നിർത്തിക്കണം. അല്ലെങ്കിൽ ഞാൻ കൊടുത്തേനെ. ഇപ്പോൾ ഒരു കൊല്ലത്തിന് മേലെ ഉണ്ട് ഇവൻ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ 2 ബാച്ചായിട്ട് ഞാൻ 2 ബാച്ച് അങ്ങോട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മളിൽ ഒരു പെടക്കോഴിയുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ ഇതിൽ നിന്നാണ് നമുക്ക് കുഞ്ഞുങ്ങളെ എടുക്കുന്നത്. പിന്നെ ഒരു ചാത്തനുള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ കൂടുതലും കുഞ്ഞുങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫ്ലൈൻ ഡക്കിനെ കൊടുക്കാൻ പോകാം കേട്ടോ. ഫ്ലൈൻ ഡക്കിനെ കൊടുത്തിട്ട് നമ്മൾ ഒരു 4 ഫ്ലൈൻ ഡക്കിനെ നമ്മൾ പുതിയത് വാങ്ങിക്കും. അവരെ വാങ്ങിക്കുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു ചാത്തനെയും പെടനും കറക്റ്റായിട്ട് വൈറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ വാങ്ങിക്കുന്നത് കേട്ടോ. നല്ല റേറ്റ് ഉണ്ട് ഫ്ലൈൻ ഡക്കിന്. അപ്പോൾ അതിൻ്റെ തീരെ കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ. ഒരു 4-5 എണ്ണത്തിന് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനും നമുക്ക് മുട്ട അട വെച്ച് വിരിയിക്കാനുള്ള അതായത് ഫ്ലൈൻ ഡക്കിന് കിട്ടും. അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഇവരെ എടുക്കാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ നമ്മുടെ താറാവിൽ ഒരെണ്ണത്തിന് ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോകാം. നല്ല മഴ, നന്നായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ കോഴിയും താറാവൊക്കെ വളർത്താൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് വളർത്താൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. ബൈ.